ഹലോ എവരി വൺ. അനിമൽ കിങ്ഡത്തിലെ എക്സാമ്പിളുകൾ കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണോ? ഒരുപാട് എക്സാമ്പിൾസ് പഠിച്ചിട്ട് തലയിൽ ഇങ്ങനെ രജിസ്റ്റർ ആവാതൊക്കെ ഇരിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് ആദ്യം ഈ എക്സാമ്പിൾസ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തായി സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങളൊരു പേജിൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ആ 11 ഫൈലംസും എഴുതുക. ഈ 11 ഫൈലംസിനും വരുന്ന ഓരോ എക്സാമ്പിൾസും അതിന് താഴെയായിട്ട് എഴുതുക. അങ്ങനെ വരുമ്പോൾ ഒരു പേജിൽ തന്നെ എല്ലാ എക്സാമ്പിൾസും വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബ്രെയിൻ ഈസി ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് ഏത് എക്സാമ്പിൾ ഏതിൻ്റെയാണ് എന്നുള്ളത്. ആ രീതിയിൽ പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഈസി ആയിട്ട് തെറ്റാതെ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇനി ചിലതിൻ്റെയൊക്കെ ഫിഗേഴ്സ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചുകൂടി എക്സാമ്പിൾസ് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള എക്സാമ്പിളുകൾ മാത്രം വേഗം നമുക്കൊന്ന് നോക്കാം. അതിൽ ചിലതിലൊക്കെ നമുക്ക് കോഡുകളൊക്കെ ഉണ്ട്, അപ്പോൾ ചിലതൊക്കെ കോഡ് വെച്ചും പഠിക്കാം. എല്ലാം കോഡ് വെച്ച് കഴിഞ്ഞാൽ അവസാനം കോഡോട് കോഡാവും, അവസാനം എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കോഡ് വെച്ച് പഠിക്കണമെന്നില്ല, പറ്റുന്നതൊക്കെ കോഡ്സ് വെച്ച് യൂസ് ചെയ്യുക. ചിലതൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ച് പഠിച്ചു വയ്ക്കാം, അപ്പോൾ അങ്ങനെ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ഫൈലം എന്ന് പറയുന്നത് പൊരിഫറയാണ് അല്ലേ. പൊരിഫറയിൽ 3 എക്സാമ്പിൾസേ പഠിക്കാനുള്ളൂ. ഒന്ന് സൈക്കൺ അഥവാ സ്കൈഫ, രണ്ടാമത്തെ സ്പോഞ്ചില്ല, മൂന്നാമത്തെ യു സ്പോഞ്ചിയ. ഈ യു സ്പോഞ്ചിയെ ബാത്ത് സ്പോഞ്ച് എന്ന് വിളിക്കുന്നുണ്ട്. സ്പോഞ്ചില്ലയുടെ വലിയ പ്രത്യേക ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആണ്. സൈക്കണിന്റെ മറ്റൊരു പേരാണ് സ്കൈഫ. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാലും മതി, സൈക്കൺ എന്ന് പഠിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ മൂന്നിനും ടെക്സ്റ്റിൽ ഫിഗർ ഉണ്ട്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ് ഇതൊക്കെയാണ്. ഇതാണ് സൈക്കൺ എന്ന് പറഞ്ഞ് അവർ തന്നിരിക്കുന്ന ഫിഗർ. സോ ദിസ് ഈസ് ദ സൈക്കൺ, ഓക്കെ. ആൻഡ് ഇതാണ് എന്ന് പറയുന്നത് യു സ്പോഞ്ചിയ അഥവാ ബാത്ത് സ്പോഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദി സ്പോഞ്ചില്ല, ഇതാണ് സ്പോഞ്ചില്ല. ഞാൻ പച്ച കളറിൽ നമ്മൾ ഫിഗറിൽ ഉണ്ടായിരുന്ന സാധനമാണ്, അതിവിടെ എത്തിയപ്പോൾ ഇങ്ങനെയായിട്ട് മാറിയെന്ന് മാത്രം. സോ ദിസ് ഈസ് ദിസ് സ്പോഞ്ചില്ല, ഓക്കെ. അപ്പോൾ ഇതാണ് 3 എക്സാമ്പിൾസ് തന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് സൈക്കൺ ആണ്. ഇത് നമ്മളെന്താ തേച്ച് കുളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഇരിക്കുന്നത് ബാത്ത് സ്പോഞ്ച്. ബാത്ത് സ്പോഞ്ചിന്റെ മറ്റൊരു പേരാണ് യു സ്പോഞ്ചിയ. ഇതാണ് നമ്മുടെ ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആയിട്ടുള്ള സ്പോഞ്ചില്ല എന്ന് ഓർത്തിരിക്കുക, ഓക്കെ. സ്പോഞ്ചില്ല, ഓക്കെ. സോ അതാണ് 3 എക്സാമ്പിൾസ്. 3 എക്സാമ്പിളെ പൊരിഫറയിൽ പഠിക്കാനുള്ളൂ. അടുത്ത് നമ്മുടെ നിഡേറി അഥവാ സിലൻഡ്രേറ്റ. ഇതിൽ കുറേ എക്സാംസ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഹൈഡ്രയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അഡാംസിയ അഥവാ സീ അനിമോണിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. ഹൈഡ്ര ആൻഡ് അഡാംസിയ, ഇത് 2 എക്സാമ്പിൾസ്. ഇത് കൂടാതെ ഒരു എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് സ്വിമ്മിങ് ടൈപ്പ് കാണിക്കുന്ന, അതായത് നമ്മൾ മെഡൂസ ഫോം എന്ന് പറയും, അതാണ് ഒറീലിയ അഥവാ ജെല്ലി ഫിഷ്. മക്കളെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള ഈ എക്സാമ്പിൾ ആണ് ഒറീലിയ അഥവാ ജെല്ലി ഫിഷ്. ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ. പിന്നെ വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മെറ്റാജനസിസ് പ്രോപ്പർട്ടി കാണിക്കുന്ന 2 പോളിപ്പും മെഡൂസയും കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഒബീലിയ എന്ന് പറയുന്നത്. ഒബീലിയ. അപ്പോൾ ഒബീലിയ ഏതിന് എക്സാമ്പിൾ ആണ്? മെറ്റാജനസിസ്, അതായത് പോളിപ്പും മെഡൂസയും ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നവർക്ക് എക്സാമ്പിൾ ആണ് ഒബീലിയ. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റ് എക്സാമ്പിൾ ആണ് ഫൈസേലിയ, വിച്ച് ഈസ് കോൾഡ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അഡാംസിയ ഓൾറെഡി ഞാൻ പറഞ്ഞു. ദെൻ പെന്നാറ്റുല, വിച്ച് ഈസ് കോൾഡ് സീ പെൻ. കടലിലൊരു പേന വെച്ചിരിക്കുന്ന പോലെയല്ലേ, പഴയ പേന കേട്ടോ, തൂവലുകൊണ്ട് ഉപയോഗിക്കുന്ന പേന, അതുപോലത്തെ പേനയല്ലേ ഇരിക്കുന്നത്. ദെൻ ഗൊർഗോണിയ, മറ്റേ ചൈനീസുകാർ ഉപയോഗിക്കുന്ന വിഷറി പോലെ ഇരിക്കുന്നു അല്ലേ, നമ്മളതിനെ സീ ഫാൻ എന്ന് വിളിക്കും. മിയാൻഡ്രിയ, കണ്ടു കഴിഞ്ഞാൽ തലച്ചോറ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ അല്ലേ, അതുകൊണ്ട് നമ്മളതിനെ സീ ബ്രെയിൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ അല്ലെങ്കിൽ ബ്രെയിൻ കോറൽ എന്നൊക്കെ വിളിക്കും, ബ്രെയിൻ കോറൽ. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിളുകൾ. ഇത് പഠിക്കാൻ ഒരു കുഞ്ഞു കോഡ് നമുക്ക് യൂസ് ചെയ്യാം. GP മാപ്പ് എന്നാണ് കോഡ്. GP മാപ്പ്. G എന്ന് വെച്ചാൽ ഗൊർഗോണിയ, P എന്ന് വെച്ചാൽ ഫൈസേലിയ, ദെൻ M എന്ന് വെച്ചാൽ മിയാൻഡ്രിന, A എന്ന് വെച്ചാൽ അഡാംസിയ, P എന്ന് വെച്ചാൽ പെന്നാറ്റുല. സോ ഇങ്ങനെ നമുക്ക് കുഞ്ഞു കോഡ് വെച്ച് യൂസ് ചെയ്യാം. GP മാപ്പ് എന്ന് വെച്ചാൽ കോഡ് വെച്ചിട്ട് GP മാപ്പ്, ഓക്കെ. അപ്പോൾ GP മാപ്പ് എന്ന കോഡ് വെച്ചിട്ട് നമുക്ക് ആ 5 എക്സാമ്പിളും തെറ്റാതെ പഠിച്ചു വെക്കുക. ഈ 5 എക്സാമ്പിൾ ഇതിനകത്താണ് വരുന്നത്, ഓക്കെ ആണല്ലോ. അടുത്ത എക്സാമ്പിളുകളിലേക്ക് വരുന്നതിന് മുന്നേ ഈ സിലിൻഡ്രയുടെ ഫിഗറിൽ ടെക്സ്റ്റ് തന്നിരിക്കുന്ന ആകെ 2 എണ്ണമാണ്. ഒന്ന് നമ്മുടെ പോളി ഫോം ആയിട്ടുള്ള ഹൈഡ്രയുടെ ഫിഗർ തന്നിട്ടുണ്ട്, മെഡൂസ ഫോമിലായിട്ടുള്ള ഒറീലിയയുടെ ഫിഗറും തന്നിട്ടുണ്ട്. ഒറീലിയാണ് മെഡൂസയ്ക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്നത്, അഡാംസിയാണ് പോളിപ്പിന് എക്സാമ്പിൾ തന്നിരിക്കുന്നത്, ഓക്കെ. അപ്പോൾ ഇത് ഹൈഡ്ര അല്ല, അഡാംസിയ സീ അനിമോൺ. അപ്പോൾ സീ അനിമോൺ ആണ് എക്സാമ്പിൾ, അഡാംസിയ എക്സാമ്പിൾ തന്നിട്ട് പോളിപ്പിന്, ഹൈഡ്രയും പോളിപ്പിന് എക്സാമ്പിൾ ആണ്. ദെൻ തന്നിരിക്കുന്നത് നമ്മുടെ ഒറീലിയ അഥവാ ജെല്ലി ഫിഷ് അഥവാ ഒറീലിയാണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അടുത്തത് ടീനോഫോറ. ടീനോഫോറയിൽ 2 എക്സാമ്പിളേ ഉള്ളൂ, പ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന, ഓക്കെ. ടീനോഫോറ, ടീനോപ്ലാന പഠിക്കാൻ എളുപ്പമല്ലേ, ഓക്കെ. ടീനോഫോറ, ടീനോപ്ലാന, ആ പ്ലാ വെച്ചിട്ട് അടുത്തത് പ്ലൂറോബ്രാക്കിയ, ഓക്കെ. ടീനോഫോറ അത് വെച്ചിട്ട് ടീനോപ്ലാന, പ്ലാ വെച്ചിട്ട് പ്ലൂറോബ്രാക്കിയ. ക്ലിയർ ആണല്ലോ. ഈ 2 എക്സാമ്പിളെ ടീനോഫോറയിൽ പഠിക്കാനുള്ളൂ. ടീനോഫോറയിൽ വെച്ചിട്ട് ടീനോപ്ലാന, പ്ലാന വെച്ചിട്ട് പ്ലൂറോബ്രാക്കിയ. ക്ലിയർ ആണല്ലോ. ടീനോഫോറ, ടീനോപ്ലാന, പ്ലൂറോബ്രാക്കിയ. ക്ലിയർ ആണല്ലോ. ഇതിനാണ് എക്സാമ്പിൾസ് ടീനോഫോറയിലെ 2 എക്സാമ്പിൾസ്.
ഇതിന്റെ ഫിഗർ ടെക്സ്റ്റ് തന്നിരിക്കുന്നത് പ്ലൂറോബ്രാക്കിയയുടെ സ്ട്രക്ചറാണ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. പ്ലൂറോബ്രാക്കിയയുടെ സ്ട്രക്ചറാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അടുത്ത് നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ് അഥവാ ഫ്ലാറ്റ് വേംസ്. ഇതിൽ രണ്ട് എക്സാമ്പിളേ ഉള്ളൂ. ഒന്ന് ടീനിയ അഥവാ ടേപ്പ് വേം, ഫാസിയോള അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക്. ഇതിന്റെ ഞാൻ കോഡ് വെച്ചിരിക്കുന്നത് ട്രൂ ഓർ ഫോൾസ് എന്നാണ്. ട്രൂ എന്ന് വെച്ചാൽ ടി, ദാറ്റ് ഇസ് ടീനിയ. ഫോൾസ് എന്ന് വെച്ചാൽ എഫ് എന്ന് വെച്ചാൽ ഫാസിയോള. അപ്പൊ ടീനിയ ആൻഡ് ഫാസിയോള, ടേപ്പ് വേം ആൻഡ് ലിവർ ഫ്ലൂക്ക്, ഇത് രണ്ടുമാണ് പ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സാമ്പിൾ. ട്രൂ ഓർ ഫോൾസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്ലാറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ട്രൂ ഓർ ഫോൾസ്, ടി ടീനിയ ആൻഡ് എഫ് ഫാസിയോള. സോ രണ്ട് എക്സാമ്പിൾ ആണ് പ്ലാറ്റി ഹെൽമിന്തസ് പഠിക്കാനുള്ളത്. അടുത്തത് നമ്മുടെ ഇതിന്റെ ഫിഗർ എങ്ങനെയാണ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടീനിയ. ഓക്കെ, ടീനിയയുടെ ഫിഗർ ഇതാണ് തന്നിരിക്കുന്നത് അഥവാ ടേപ്പ് വേം. ഇതാണ് നമ്മുടെ ലിവർ ഫ്ലൂക്കിന്റെ ഫിഗർ ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഫൈലം അഷെൽമിന്തസ്. അഷെൽമിന്തസിൽ 3 എക്സാമ്പിൾ പഠിക്കാനുണ്ട്. അസ്കാരിസ് പഠിക്കാനുണ്ട്, ഉച്ചറേറിയ അഥവാ ഫൈലേറിയൽ വേം പഠിക്കാനുണ്ട്, ആൻസൈലോസ്റ്റോമ അഥവാ ഹൂക്ക് വേം പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്ന കോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി കോഡ്, വാ എന്ന് ഓർത്ത് വെച്ചാൽ മതി. വാ. ഓക്കെ, വാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചറേറിയ, എ എന്ന് പറഞ്ഞാൽ അസ്കാരിസ്, അടുത്ത എ എന്ന് പറയുന്നത് ആൻസൈലോസ്റ്റോമ. ആൻസൈലോസ്റ്റോമയെ തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഹൂക്ക് വേം എന്ന് വിളിക്കുന്നത്. അസ്കാരിസിനെ റൗണ്ട് വേം എന്നും ഉച്ചറേറിയെ ഫൈലേറിയൽ വേം, മന്തുണ്ടാക്കുന്നത് ഉച്ചറേറിയാണ്. അതുകൊണ്ടാണ് അതിന് ഫൈലേറിയൽ വേം എന്നൊരു പേര് കൂടി കിട്ടിയത്, ഫൈലേറിയൽ വേം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എക്സാമ്പിൾസ്. അപ്പൊ വാ എന്ന് ഓർത്താൽ മതി, WAA. ഓക്കെ, വാ, ഡബ്ല്യു എന്ന് വെച്ചാൽ ഉച്ചറേറിയ, എ എന്ന് വെച്ചാൽ അസ്കാരിസ്, അടുത്ത എ എന്ന് പറയുന്നത് ആൻസൈലോസ്റ്റോമ. ഇതാണ് അഷെൽമിന്തസിന്റെ എക്സാമ്പിൾ. ഇത് ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഫിഗർ ഇങ്ങനെയാണ്. ഒരു മെയിലും ഫീമെയിലും, റൗണ്ട് വേമിന്റെ മെയിലും ഫീമെയിലും ആണ് ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മെയിലും ഫീമെയിലും ഓഫ് റൗണ്ട് വേമാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അനലിഡ. അനലിഡയില് നമുക്കറിയാം അക്വാട്ടിക് ആയിട്ടുള്ള അനലിഡയ്ക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതാണ് നീറിസ്. ഓക്കെ, അക്വാട്ടിക് അനലിഡയാണ് നീറിസ് എന്ന് പറയുന്നത്. അടുത്ത് തന്നിരിക്കുന്ന 2 എക്സാമ്പിൾ ഫെററ്റിമയും ഹിരിഡിനേറിയുമാണ്. 900 പെൻ എന്നതാണ് ഷോർട്ട് ഫോം. അതിന്റെ കോഡ് നമ്മൾ വെക്കുന്നത് 900 പെൻസ് എന്നാണ്. 909 എന്ന് പറയുന്നത് 900 പേന. ഓക്കെ, അതാണ് 900 പെൻസ്. അപ്പൊ അനലിഡ എന്ന് കേൾക്കുമ്പോൾ മുറിഞ്ഞിങ്ങനെ ഇരിക്കുമല്ലോ, ശരീരം മൊത്തം ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 900 പേന പോലെ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അവർക്ക് 900, 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറീസ് ആണ്. 100 H എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിരിഡിനേറിയ, പെന്നിലെ P എന്ന് വെച്ചാൽ ഫെററ്റിമ അഥവാ എർത്ത് വേം. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന എക്സാമ്പിൾ. ഹിരിഡിനേറിയയുടെ മറ്റൊരു പേര് ബ്ലഡ് സക്കിംഗ് ലീച്ച് എന്നാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ചെറിയൊരു ടങ് സ്ലിപ്പ് വന്നു. ഞാൻ ഹിരിഡിനേറിയയ്ക്ക് നമ്മുടെ ലിവർ ഫ്ലൂക്ക് എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു. അത് മാറിപ്പോയതാണ്, പെട്ടെന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അത് ബ്ലഡ് സക്കിംഗ് ലീച്ച് ആണ് കേട്ടോ. ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഫിഗർ ഇതാണ് നീറിസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ നീറിസ്. ഓക്കെ, ദിസ് ഈസ് ദ നീറിസ് ആൻഡ് ദിസ് ഈസ് ദി ഹിരിഡിനേറിയ അഥവാ ബ്ലഡ് സക്കിംഗ് ലീച്ച്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ 2 എക്സാമ്പിൾ ആണ് ടെക്സ്റ്റിലാകെ തന്നിരിക്കുന്ന ഫിഗേഴ്സ്. ഇതാണ് അതിന്റെ പാരാപോഡിയ എന്നൊക്കെ പറയുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ. അടുത്ത് നമുക്ക് പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫൈലമായിട്ടുള്ള ആർത്രോപോഡ. ആർത്രോപോഡയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉപയോഗമുള്ള എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ജീവികളുണ്ട്. എപ്പിസ്, അതുപോലെ ബോംബിക്സ് മോറി, ദെൻ ലാക്കിഫർ അഥവാ ലാക്ക് ഇൻസെക്ട്. ഇതൊക്കെ നമുക്ക് വളരെ ഉപയോഗമുള്ളത്. ഇപ്പൊ എപ്പിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എപ്പിസ് എന്ന് വെച്ചാൽ ഹണി ബി ആണ്. ബോംബിക്സ് എന്ന് വെച്ചാൽ സിൽക്ക് വേം, പട്ടുനൂൽ പുഴുവാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാർ. ഇനി ഉപദ്രവം ഉണ്ടാക്കുന്ന മൊസ്കിറ്റോസ്, ക്യൂലസ് മൊസ്കിറ്റോ, ഈഡിയസ് മൊസ്കിറ്റോ, അതുപോലെ നമ്മുടെ അനോഫിലസ് മൊസ്കിറ്റോ, ഇതൊക്കെ രോഗം പരത്തുന്ന വെക്ടേഴ്സ് ആയിട്ടുള്ളവർ. ഇനി അത് മാത്രമല്ല, ഗ്രിഗേറിയസ് പെസ്റ്റ് ആയിട്ടുള്ള ലോക്കസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ലിവിങ് ഫോസിൽ ആയിട്ടുള്ള ലിമുലസ് അഥവാ കിങ് ക്രാബും പഠിക്കാനുണ്ട്. പഠിക്കാനുള്ള എക്സാമ്പിളുകൾ എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ഇത്രയും എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് മൊത്തം 8 എക്സാമ്പിൾ പഠിക്കാനുണ്ട്. 8 എക്സാമ്പിൾ പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, CB ലാ ലാ ലാ. ഓക്കെ, CB ലാ ലാ ലാ. CB എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂലെക്സും ബോംബിക്സും, LA ലാക്കിഫർ ഇൻസെക്ട്, ലാക്ക് ഇൻസെക്ട് ലാക്കിഫറും എപ്പിസും, അടുത്ത LA ലോക്കസ്റ്റയും അനോഫിലസും, അടുത്ത LA ലിമുലസും ഈഡിസും. സോ ഇങ്ങനെയാണ് വരുന്ന എക്സാമ്പിൾസ്. CB ലാലാലാണ് കോഡ് നമ്മൾ വെക്കുന്നത്. സോ ഇതാണ് ആർത്രോപോഡയിലുള്ള 8 എക്സാമ്പിൾ. വലിയ ഫൈലം ആയതുകൊണ്ട് തന്നെ 8 എക്സാമ്പിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അടുത്തത് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമായിട്ടുള്ള മൊളസ്ക. അതിന് മുന്നേ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ് കൂടി പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ ആർത്രോപോഡ ലോക്കസ്റ്റയുടെ ഫിഗർ തന്നിട്ടുണ്ട്, ദെൻ ബട്ടർഫ്ലൈയുടെ ഫിഗർ, സ്കോർപ്പിയന്റെ ഫിഗറും പ്രോണിന്റെ ഫിഗറുമാണ് തന്നിരിക്കുന്നത്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഇനി സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമായിട്ടുള്ള മൊളസ്ക. മൊളസ്കയിൽ വരുന്നത് പില അഥവാ ആപ്പിൾ സ്നെയിൽ തന്നിട്ടുണ്ട്, പിങ്ടാഡ് അഥവാ പേൾ ഓയിസ്റ്റർ മുത്തുച്ചിപ്പിയുടെ തന്നിട്ടുണ്ട്, ദെൻ സെപ്പിയ അഥവാ കട്ടിൽ ഫിഷ് തന്നിട്ടുണ്ട്, ലൊലിഗോ അഥവാ സ്ക്വിഡ്, നമ്മൾ കണവയെന്നൊക്കെ പറയുന്നത്, നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്ക്വിഡ് അഥവാ ലൊലിഗോ. അടുത്തത് ഒക്ടോപ്പസ് അഥവാ ഡെവിൾ ഫിഷ് നീരാളി, എപ്ലീഷ്യ അല്ലെങ്കിൽ സീ ഹെയർ തന്നിട്ടുണ്ട്, ഡെൻഡാലിയം അഥവാ ടസ്ക് ഷെല്ല് തന്നിട്ടുണ്ട്, ദെൻ പിങ്ടാഡ ദെൻ
കീറ്റോപ്ലൂറ അഥവാ കൈറ്റൺ തന്നിട്ടുണ്ട്. സോ ഇത്രയും 8 എക്സാമ്പിൾ ആണ് ഇവിടെയും തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് പഠിക്കാൻ ഒരു കോഡ് ഇങ്ങനെയുണ്ട്, ലോഡ് PPSC എന്നാണ്. ലോഡ് PPSC. ഇപ്പോൾ PSC ഒക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ലോഡ് ആയിരിക്കും അല്ലേ തലയിൽ. അപ്പോൾ ലോഡ് PSC ഇതിന്റെ കൂടെ ഒരു P കൂടി ചേർത്താൽ ലോഡ് PPSC. അപ്പോൾ ലോഡിൽ L എന്ന് വെച്ചാൽ ലൊലുഗോ ആണ്, O എന്ന് വെച്ചാൽ ഒക്ടോപ്പസ്, A അപ്ലേഷ്യ, D എന്ന് പറയുന്നത് ഡെൻഡാലിയം. ഓക്കെ, അടുത്ത് പില, പിങ്ടാഡ, സെപ്പിയ ആൻഡ് കീറ്റോപ്ലൂറ. ഇതാണ് നമ്മുടെ ലോഡ് PPSC ആണ് ഇതിന്റെ ഷോർട്ട് ഫോം കോഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ കോഡ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ എക്സാമ്പിൾ അറിയാമെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇത് പഠിച്ചു വെച്ചാലേ നിങ്ങൾക്ക് കോഡ് കൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ. അല്ല കോഡ് മാത്രം വെച്ച് രക്ഷപ്പെടാൻ പറ്റില്ല, എക്സാമ്പിളുകൾ അറിയാമെങ്കിലേ കോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയലത്തിലുള്ള ആൾക്കാർ തന്നെയാണോ, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഫിഗർ കൂടി പിലയുടെ ഫിഗറും തന്നിട്ടുണ്ട്, ഒക്ടോപ്പസിന്റെ ഫിഗറാണ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. നൗ കമ്മിങ് ടു എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റയിൽ നമുക്ക് 5 എക്സാമ്പിളുകളാണ് പഠിക്കാനുള്ളത്. എക്കിനോഡെർമേറ്റയിൽ 5 എക്സാമ്പിളാണ്. അസ്റ്ററിയസ് അഥവാ സ്റ്റാർ ഫിഷ്, എക്കിനസ് അഥവാ സീ അർച്ചിൻ, ആന്റഡോൺ അഥവാ സീ ലില്ലി, കുക്കുമേരിയ അഥവാ സീ കുക്കുംബർ, ഒരു കറക്റ്റ് കുക്കുംബർ കിടക്കും പോലെയല്ല അതിരിക്കുന്നത്. ഒഫ്യൂറ കണ്ടു കഴിഞ്ഞാൽ പട്ടിണിക്കിട്ട ഒരു നക്ഷത്ര മത്സ്യം പോലെ ഉണ്ട് അല്ലേ. സോ അതുകൊണ്ട് നമ്മളെല്ലാം വിളിക്കുന്ന പേര് ഒഫ്യൂറെ ബ്രിട്ടിൽ സ്റ്റാർ എന്ന് വിളിക്കുന്നു. ഇത് പഠിക്കാനായിട്ട് നമ്മളെ സൈലത്തിന്റെ സ്വന്തമായിട്ടൊരു കോഡുണ്ട്. നമ്മൾ അനന്ത് സാറാണല്ലോ ഇതിന്റെ CEO എന്ന് പറയുന്നത്. അപ്പൊ അനന്ത് സാർ അങ്ങനെ പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ കുലുങ്ങത്തില്ല, പെട്ടെന്ന് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാലോ ഒന്നും അങ്ങനെ കുലുങ്ങത്തില്ല. കാരണം പുള്ളിക്കാരൻ ഇരട്ട ചങ്ങന അല്ലേ. അപ്പോൾ ഭയങ്കര വിൽ പവർ ഉള്ള ആളാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എ സ്ക്വയർ 2 എന്ന് വെച്ചാൽ ഇരട്ട ചങ്കനാണ് 2. അപ്പൊ A2 അതായത് അനന്ത് സാറാണ് ആ ഇരട്ട ചങ്കനാണ് നമ്മുടെ CEO. ഓക്കെ, CEO അതാണ് നമ്മുടെ കോഡ്. സോ അനന്ത് സാറ് ഇരട്ട ചങ്കൻ, പുള്ളിയാണ് നമ്മുടെ CEO. ആദ്യത്തെ A എന്ന് പറഞ്ഞാൽ അനന്ത് സാർ ഒരു സ്റ്റാർ അല്ലേ, അപ്പൊ സ്റ്റാർ ഫിഷ് തന്നെയാണ് അസ്റ്ററിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പുള്ളിക്കാരൻ എങ്ങനെയാ, അത് 2 എന്ന് നമ്മൾ പറഞ്ഞത് ഇരട്ട ചങ്കൻ. അപ്പൊ വേറൊരു A കൂടിയുണ്ട്, അത് ആന്റഡോൺ അഥവാ സീ ലില്ലിയാണ്. ഇനി CEO അതായത് കുക്കുമേരിയാണ് ആദ്യത്തെ C, E എന്ന് വെച്ചാൽ എക്കിനസ് ആണ്, മൂന്നാമത്തെ O എന്ന് വെച്ചാൽ ഒഫ്യൂറയാണ്. അപ്പോൾ അനന്ത് സാറ് ഇരട്ടച്ചങ്കൻ ആൻഡ് ഹി ഈസ് ദി CEO. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എക്കിനോഡെർമേറ്റയുടെ 5 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കാം. അടുത്ത നമുക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്നത്, ഫിഗറിൽ തന്നിരിക്കുന്നത് അസ്റ്ററിയാസ് അഥവാ സ്റ്റാർ ഫിഷും തന്നിട്ടുണ്ട്, ഒഫ്യൂറ അഥവാ ബ്രിട്ടിൽ സ്റ്റാറും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് വരുന്ന ഹെമികോഡേറ്റ. ഹെമികോഡേറ്റയുടെ 2 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ബെലാനോഗ്ലോസസ്, രണ്ടാമത്തെ സാക്കോഗ്ലോസസ്. എല്ലാം ഗ്ലോ വെച്ച് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഹെമികോഡേറ്റിൽ 2 ഗ്ലോ ആണ്. ഓക്കെ, ഹെമികോഡേറ്റ് വരുന്ന ആരൊക്കെയാ, ബെലാനോഗ്ലോസസും സാക്കോഗ്ലോസസും. ഫിഗർ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് ഈ പറയുന്ന ബെലാനോഗ്ലോസസിന്റെ ഫിഗർ ആണ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സബ്ഫൈലമായിട്ടുള്ള യൂറോകോഡേറ്റ. യൂറോകോഡേറ്റിൽ 3 എക്സാമ്പിൾ ആണ്. യൂറോകോഡേറ്റിൽ 3 എക്സാമ്പിൾ. ഒന്ന് അസിഡിയ, സാൽപ്പ, ഡൊളിയോളം. അസിഡിയ, സാൽപ്പ, ഡൊളിയോളം. ഈ പറയുന്ന യൂറോകോഡേറ്റിന്റെ വലിയ പ്രത്യേകത എന്താ, ഇവർക്ക് ലാർവയുടെ ടെയിലിൽ മാത്രമേ എന്തുള്ളൂ, നോട്ടോകോഡ് ഉള്ളൂ അല്ലെ. നോട്ടോകോഡ് എവിടെ മാത്രമേ ഉള്ളൂ, ലാർവയുടെ ടെയിലിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പാവമല്ലേ, അവർക്ക് എന്ത് വിഷമമായിരിക്കും, ലാർവയുടെ ടെയിലിൽ മാത്രമേ ഉള്ളൂ. അവർ അഡൽട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല, ഈ പറയുന്ന നോട്ടോകോഡ് ഒന്നും ഇല്ല. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലെ. സോ കോഡ് ഇതാണ്, സാഡ്. കോഡ് മറക്കണ്ട, സാഡ്. സാഡ് എന്ന് വെച്ചാൽ S എന്ന് പറയുന്നത് സാൽപ്പ, A എന്ന് വെച്ചാൽ അസിഡിയ ആൻഡ് D എന്ന് വെച്ചാൽ ഡൊളിയോളം. അവർ വളരെ സാഡ് ആണ്, കാരണം അവരുടെ ലാർവൽ ടെയിലിൽ മാത്രമേ നോട്ടോ കോഡ് ഉള്ളൂ. സോ ദേ ആർ വെരി സാഡ്. S എന്ന് വെച്ചാൽ സാൽപ്പ, A എന്ന് വെച്ചാൽ അസിഡിയ, D എന്ന് വെച്ചാൽ ഡൊളിയോളം. സോ ഇതാണ് അവിടെ പഠിച്ചു വെക്കാവുന്ന കോഡ്. അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ഫിഗർ ടെക്സ്റ്റിൽ അസിഡിയയുടെ ഫിഗർ മാത്രമാണ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. ഇതാണ് അസിഡിയ. ഓക്കെ, ഇത് കണ്ടാൽ അസിഡിയ ആണെന്ന് ഓർത്തോളണം കേട്ടോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സെഫാലോകോഡേറ്റയാണ്. സെഫാലോകോഡേറ്റയിൽ നമുക്ക് ഒരു എക്സാമ്പിൾ, ബ്രാക്യോസ്റ്റോമ മാത്രമേ എക്സാമ്പിൾ പഠിക്കാനുള്ളൂ. അപ്പോൾ ബ്രാക്യോസ്റ്റോമയുടെ ഫിഗർ ഒന്നും ടെക്സ്റ്റ് തന്നിട്ടില്ല, ജസ്റ്റ് ബ്രാക്യോസ്റ്റോമ എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി വെർട്ടിബ്രയുടെ ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് അഗ്നാത്തയുണ്ട്. അഗ്നാത്തയിൽ സൈക്ലോസ്റ്റൊമേറ്റ. സൈക്ലോസ്റ്റൊമേറ്റയിൽ നമുക്ക് പഠിക്കാനുള്ള പെട്രോമൈസൺ അഥവാ ലാംബ്രേ, അതിന്റെ ഫിഗർ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. പെട്രോമൈസൺ അഥവാ ലാംബ്രയുടെ ഫിഗർ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെയുള്ളത് മിക്സീൻ അഥവാ ഹാക്ക് ഫിഷ്. ഈ രണ്ടുമാണ് നമുക്ക് സൈക്ലോസ്റ്റൊമേറ്റയുടെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ളത് കോൺട്രിക്ടൈസ്, ഓസ്റ്റിക്ടൈസ് ഫിഷസിന്റെ കാറ്റഗറി. കോൺട്രിക്ടൈസിൽ തന്നെ ടോർപെഡോയും നമുക്ക് തന്നിട്ടുണ്ട്, പോയിസണസ് സ്റ്റിംഗ് ഉള്ള ട്രൈഗണും തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഓർഗൻ ആയിട്ടുള്ള ടോർപെഡോയും തന്നിട്ടുണ്ട്, പോയിസണസ് സ്റ്റിംഗ് ഉള്ള ട്രൈഗണും തന്നിട്ടുണ്ട്. ഇത് 2 എക്സാമ്പിൾസ് ആണ്, മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ഓർഗൻ ടോർപെഡോ, പോയിസണസ് സ്റ്റിംഗ് ഉള്ളത് ട്രൈഗൺ. ഓക്കെ, ട്രൈഗൺ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു അവൻ്റെ കാര്യം, കാരണം അതിനകത്ത് ഫുള്ളും പോയിസൺ, വിഷമാണ്, ഓർത്തിരിക്കുക. അപ്പൊ ട്രൈഗൺ ആണ് പോയിസണസ് സ്റ്റിംഗ് ഉള്ളത്. ആൻഡ് ടോർപെഡോയിലാണ് എന്നുള്ള ഇലക്ട്രിക് ഓർഗൻസ് ഒക്കെ ഉള്ളത് ടോർപെഡോയിലാണ്. ഓക്കെ, അടുത്തത് അതിലുള്ള മറ്റ് എക്സാമ്പിൾസ് ആണ്. ഒന്ന് സ്കൊളിയോഡോൺ അഥവാ ഡോഗ് ഫിഷ്,
ദെൻ പ്രിസ്റ്റിസ് അഥവാ സോ ഫിഷ്. അതിന്റെ കാര്യം പ്രിസ്റ്റിസിന്റെ വാ ഇരിക്കുന്നത് നമ്മൾ അറക്ക വാള് പോലെയാണ്, അതുകൊണ്ടാണ് പ്രിസ്റ്റിസിനെ സോ ഫിഷ് എന്ന് വിളിക്കുന്നത്. ദെൻ കാർക്കരാഡോൺ അഥവാ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ്. ഓക്കെ, സ്കൊളിയോഡോൺ, പ്രിസ്റ്റിസ്, കാർക്കരാഡോൺ, സ്കൊളിയോഡോൺ, പ്രിസ്റ്റിസ്, കാർക്കരാഡോൺ. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ്. അല്ലാതെ ടോർപിഡോയും പിന്നെ നമ്മൾ പറഞ്ഞ ഇത് പോയിസണസ് സ്റ്റിങ്ങുകൾ ട്രൈഗണും എക്സാമ്പിൾസിലുണ്ട് കേട്ടോ. ഈ 5 എക്സാമ്പിൾസ് ആണ് കോൺട്രക്ടൈസിൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് ഓസ്റ്റിക് തൈസിലേക്ക് വരുന്നതിന് മുന്നേ തന്നിരിക്കുന്ന ഫിഗർ ആകെ തന്നിരിക്കുന്ന 2 പേരുടെ മാത്രം സ്കൊളിയോഡോണിന്റെയും പ്രിസ്റ്റിസിന്റെ ഫിഗറെ ടെക്സ്റ്റ് തന്നിട്ടുള്ളൂ. ഓസ്റ്റിക് തൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് അധികം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് മറൈൻ ആയിട്ടുള്ള എക്സോസീറ്റസ് അഥവാ ഫ്ലൈയിങ് ഫിഷ്, ഹിപ്പോ ക്യാമ്പസ് അഥവാ കടൽ കുതിര, ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന ലെബിയോ അഥവാ രോഹു, കട്ല അഥവാ കട്ല ഫിഷ്. ഓക്കെ, ഇത്രയുമാണ് ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഓസ്റ്റിക് തൈസിന്റെ എക്സാമ്പിൾ. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ലൈക്ക് നമുക്ക് ക്ലാരിയസ് അഥവാ മുഷി എന്നൊക്കെ പറയുന്ന മാഗർ എന്ന് പറയുന്ന ഫിഷ് തന്നിട്ടുണ്ട്. ബെറ്റ അഥവാ ഫൈറ്റർ എന്നൊക്കെ വിളിക്കുന്ന ഫൈറ്റിംഗ് ഫിഷ് തന്നിട്ടുണ്ട്. ടെറോഫില്ലം അഥവാ ഏഞ്ചൽ ഫിഷും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൽ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പേരാണ് തന്നിരിക്കുന്നത്: ബെറ്റ, ഹിപ്പോ ക്യാമ്പസ്, എക്സോസീറ്റസ്, ലെബിയോ, കട്ല, ക്ലാരിയസ് ആൻഡ് ടെറോഫില്ലം. സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിളുകൾ. 7 എക്സാമ്പിൾസ് പഠിക്കാനായിട്ട് നമുക്കുണ്ട്. 7 എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത നമ്മുടെ ഫിഗറിലത്തെ ടെക്സ്റ്റ് തന്നിരിക്കുന്നത് ഹിപ്പോ ക്യാമ്പസിന്റെ ഫിഗറും അതുപോലെ കട്ലയുടെ ഫിഗറുമാണ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. മറക്കണ്ട, ഹിപ്പോ ക്യാമ്പസും കട്ലയുമാണ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും ഓസ്റ്റിക് തൈസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ പോകുന്നത് ആംഫീബിയ. ആംഫീബിയയിൽ ബുഫോ, റാണ, ഹൈല, സലമാൻഡ്ര. ഓക്കെ, ബുഫോ, റാണ, ഹൈല, സലമാൻഡ്ര. ഇങ്ങനെ എന്റെ പാട്ട് പോലെ പഠിച്ചു വെച്ചോളൂ. ബുഫോ, റാണ, ഹൈല, സലമാൻഡ്ര. ബുഫോ, റാണ, ഹൈല, സലമാൻഡ്ര. ഇതിൽ ബുഫോ എന്ന് വെച്ചാൽ ടോഡാണ്, റാണ എന്ന് വെച്ചാൽ ഫ്രോഗ് ആണ്, ഹൈല എന്ന് വെച്ചാൽ ട്രീ ഫ്രോഗ് ആണ്, സലമാൻഡ്ര എന്ന് വെച്ചാൽ സലമാൻഡ്ര ആണ്, അരണ പോലെ ഇരിക്കുന്ന ജീവി. അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾസിലുള്ളതാണ് ഇക്തിയോഫിസ്. ലിംബലസ് ആംഫീബിയന്റെ എക്സാമ്പിൾ ആണ് ഇക്തിയോഫിസ്. മറക്കരുത്, നമ്മൾ കോഴിപ്പാമ്പ് എന്നൊക്കെ പറയും. ഇക്തിയോഫിസ് അഥവാ ലിംബലസ് ആയിട്ടുള്ള ആംഫീബിയൻ ആണ് ഇക്തിയോഫിസ്. ഈ 5 എക്സാമ്പിളെ ആംഫീബിയൻസിൽ പഠിക്കാവുള്ളൂ. അടുത്തത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഫിഗർ. നമുക്ക് സലമാൻഡ്രയും തന്നിട്ടുണ്ട്, റാണയും തന്നിട്ടുണ്ട്. ഓക്കെ, റാണയും സലമാൻഡ്രയാണ് തന്നിരിക്കുന്നത്, മറക്കണ്ട. അടുത്തത് റെപ്റ്റീലിയൻസിന്റെ എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ കീലോൺ അഥവാ ടർട്ടിൽ, ദെൻ ടെസ്റ്റിഡോ അഥവാ ടോർട്ടോയ്സ്. ടെസ്റ്റിഡോയിലും ടീ ഉണ്ട്, ടോർട്ടോയ്സിലും ടീ ഉണ്ട്. ഓർത്തിരിക്കുക, ടെസ്റ്റിഡോ അഥവാ ടോർട്ടോയ്സ്. ആമയ്ക്കാണല്ലോ മറ്റേ ടെസ്റ്റ് ഒക്കെ നടത്തിയത്, ഓട്ട മത്സരം ടെസ്റ്റ്. അപ്പൊ ടെസ്റ്റിഡോ ആരാണ്? ടോർട്ടോയ്സ്. കീലോൺ എന്ന് വെച്ചാൽ ടർട്ടിലാണ്, അഥവാ കടലാമയാണ്. ദെൻ കെമലിയോണും കലോട്ടസും. ഇത് രണ്ടും ഓന്ത് തന്നെയാണ്, ഒന്ന് മരയോന്തും ഒന്ന് ഗാർഡൻ ലിസാർഡും ആണെന്നേ ഉള്ളൂ. ഓക്കെ, കാമലിയോണും കലോട്ടസും, കാമലിയോണും അതുപോലെ കലോട്ടസും. ദെൻ അടുത്തത് കുറേ എക്സാമ്പിൾസ് നമുക്കുണ്ട്. അതായത് ക്രൊക്കോഡൈൽസ് ഉണ്ട്, അലിഗേറ്റർ, അതായത് മുതലയും ചീങ്കണ്ണി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, ഇതിന് കോഡൊന്നും വെക്കണ്ട. ഹെമി ഡക്ടൈലസ് എന്ന പല്ലിയാണ്. അപ്പൊ നിങ്ങൾ ഇനി വീട്ടിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പല്ലിയോടെ കാണുക, ഹെമി ഡക്ടൈലസ്, ഒരു ഹെമി ഡക്ടൈലസ്. ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ പല്ലി എന്ന് നിങ്ങൾ പേര് പഠിച്ചില്ലേ, അതേപോലെ ഹെമി ഡക്ടൈലസ്. അതിന് ഇനി അങ്ങനെ വിളിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കും. അതുപോലെ നാജ എന്നൊക്കെ കേട്ടാൽ തന്നെ നാഗം എന്നൊക്കെ ഓർത്തുകൂടെ, അപ്പൊ അതാണ് പാമ്പ്. ഓക്കെ, നാജ എന്നാണ് സയന്റിഫിക് നെയിം, കോബ്രയാണത്. പിന്നെ ബംഗാരസും അതുപോലെ വൈപ്പറയും, ഇത് രണ്ടും പാമ്പുകൾ തന്നെയാണ്. ഓക്കെ, ബംഗാരസും അതുപോലെ വൈപ്പറ അഥവാ വൈപ്പർ. ഇത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റിലെ ഫിഗേഴ്സ്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ് കാമലിയോണും ക്രൊക്കോഡൈലും ദെൻ കെയ്ലോണും ആൻഡ് നാജ. ഇത്രയും എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ്. ദെൻ കമ്മിങ് ടു ദ എക്സാമ്പിൾസ് ഓഫ് ഏവ്സ് അഥവാ പക്ഷികൾ. അതിൽ കോർവസ് അഥവാ ക്രോ തന്നിട്ടുണ്ട്. കൊളുമ്പ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പീജൻ ആണ്. സിറ്റാക്കുല അഥവാ നമ്മുടെ പാരറ്റ് ആണ്. ശ്രുതിയോ എന്ന് വെച്ചാൽ ഓസ്ട്രിച്ച് ആണ്. ഇങ്ങനെ ക്ലാസ്സിൽ ശ്രുതി എന്ന് പേരുള്ള ഒരു കുട്ടിയുണ്ടോ? അപ്പൊ അതിനെ കണ്ട ഒട്ടക പക്ഷിയെ പോലെ ഓട്ടക്കാരിയാണെന്നൊക്കെ ഇങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ല ശ്രുതിയെ ഞാൻ കളിയാക്കിയതല്ല. അപ്പൊ ശ്രുതിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, അത് ഓസ്ട്രിച്ച് ആണ്, ഒട്ടക പക്ഷിയാണ്. ഓക്കെ, മറക്കണ്ട, ശ്രുതിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടക പക്ഷിയാണ്. അടുത്തത് അപ്റ്റനോഡൈറ്റസ്. അപ്റ്റനോഡൈറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പെൻഗ്വിൻ ആണ്. പാവോ നമ്മുടെ സ്വന്തം പാവപ്പെട്ട പീക്കോക്ക് ആണ്. ഓക്കെ, പാവോ ആരാണ്? പീക്കോക്ക് ആണ്. ദെൻ നിയോഫ്രോൺ അഥവാ വൾച്ചർ. അപ്പൊ ഇതിൽ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് 4 പേരാണ്. ഒന്ന് ശ്രുതിയോ ഇല്ലാത്തൊരു കളിയില്ല അല്ലെ. അപ്പൊ നിയോഫ്രോൺ തന്നിട്ടുണ്ട്. ആദ്യം തന്നിരിക്കുന്നത് നിയോഫ്രോൺ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ശ്രുതിയോ തന്നിട്ടുണ്ട്. ദെൻ സിറ്റാക്കുല അഥവാ നമ്മുടെ സ്വന്തം പാരറ്റ്. ദെൻ പാവപ്പെട്ട പാവോ. ഓക്കെ, പാവോ നമ്മുടെ പീക്കോക്ക്. പിന്നെ നമുക്ക് മാമേലിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുട്ടയിടുന്ന ഒരേ ഒരു മാമലുണ്ട്, ഓർണിത്തോറിങ്കസ് എന്ന് പറയുന്ന പ്ലാറ്റിപ്പസ്. ഓർണിത്തോറിങ്കസ് അഥവാ പ്ലാറ്റിപ്പസ്. പിന്നെ മുട്ടയിടാതെ പ്രസവിക്കുന്ന ബാക്കി ആൾക്കാർ നമ്മുടെ മാക്രോപ്പസ് അഥവാ കങ്കാരു, ദെൻ ടെറോപ്പസ് അഥവാ ഫ്ലൈയിങ് ഫോക്സ്, ദെൻ കാമിലസ് അഥവാ ക്യാമൽ, മക്കാക്കെ അഥവാ മങ്കി, റാറ്റസ് അഥവാ റാറ്റ്, കാനിസ് അഥവാ ഡോഗ്. കാനിസും ഫെലിസും നന്നായിട്ട് ഓർത്തോളണം. കാനിസ് എന്ന് പറയുന്നത് ഡോഗും ഫെലിസ് എന്ന് പറയുന്നത് കാറ്റുമാണ്. ഇത് സ്ഥിരം എക്സാമ്പിൾ വരാറുള്ളവരാണ്. എലിഫസ് എലിഫന്റ് ആണ്. ഇക്വസും വരാറുണ്ട്. ഇക്വസ് മറക്കണ്ട, നമ്മുടെ കുതിരയുടെ പേരാണ് കേട്ടോ, ഇക്വസ്. ദെൻ ഡെൽഫിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഡോൾഫിൻ ഓർമ്മ വരും. ബലാനോപ്റ്ററയും ഓർത്തിരിക്കുക. ബലാനോപ്റ്ററ എന്ന് വെച്ചാൽ ബ്ലൂ വെയിലാണ്, നീലത്തിമിംഗലമാണ് ബലാനോപ്റ്ററ.
ദെൻ പെൻഡാര ടൈഗ്രസ് എന്ന് പറയുന്നത് ടൈഗർ ആണ്. പെൻഡാര ലിയോ എന്ന് വെച്ചാൽ ലയൺ ആണ്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ് ആകെ ഇത്ര 4 പേരെ ഫിഗറെ തന്നിട്ടുള്ളൂ. ഒന്ന് ഓർണിത്തോറംഗസ്, മുട്ടയിടുന്ന ആള്. അടുത്തത് മാക്രോപ്പസ് അഥവാ നമ്മുടെ കങ്കാരു. പിന്നെ ടെറോപ്പസ് അഥവാ ഫ്ലൈയിങ് ഫോക്സ്, നമ്മുടെ വവ്വാല്. പിന്നെ ബെലാനോപ്റ്റെറ അഥവാ നീലത്തിമിംഗലത്തിന്റെ ഫിഗർ. ഈ 4 ഫിഗേഴ്സ് മാത്രമേ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളൂ. സോ ഇത്രയുമാണ് അനിമൽ കിങ്ഡത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ. ഐ നോ ദിസ് ഇസ് എ വെരി ഹ്യൂജ് ലിസ്റ്റ്, വലിയ ലിസ്റ്റ് തന്നെയാണ് എനിക്കറിയാം. പക്ഷേ നമുക്ക് പഠിക്കാതെ പോകാനും സാധിക്കില്ല. അപ്പം ചിലതിനൊക്കെ നമുക്ക് കോഡുണ്ട്, കോഡ് വെച്ച് പഠിക്കാം. പക്ഷെ വളരെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ കോഡ് വെച്ചിട്ടും കാര്യമില്ല. നമ്മൾ കാര്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് വെർട്ടിബ്രേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ളതിന് കോഡ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ കാരണം കുറേ ജീവികളൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളവരാണ്. എന്നാൽ കോർഡിനേറ്റയ്ക്ക് മുന്നേ ഉള്ളവരൊന്നും അധികം പരിചയം നമുക്കില്ല. അപ്പോൾ അതിന് ശേഷമുള്ളവരെ നമുക്കറിയാവുന്ന പേരുകൾ വെച്ചും ചെറിയ ചെറിയ കോഡുകൾ വെച്ച്, ഇപ്പോൾ ശ്രുതിയോ എന്ന് വെച്ചാൽ ഒട്ടകപക്ഷിന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഓർമ്മ വരില്ലേ? പാവോ എന്ന് വെച്ചാൽ പാവപ്പെട്ട നമ്മുടെ സ്വന്തം മയിലാണെന്ന് ഓർമ്മ വരുന്നില്ലേ? അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളെ ചില പേരുകളും എന്തെങ്കിലുമൊക്കെ ചേർത്ത് വെച്ച് ഓർത്തിരിക്കുക. കാരണം നാളെ നമുക്ക് എക്സാം എഴുതാനുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് ഈ എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കുക. സോ മറ്റൊരു വീഡിയോയിലും ഇന്ന് സൂപ്പർ 60 ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ലൈവിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഈ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഐ ആം ഡോക്ടർ മനോ. ബൈ ഫോർ നൗ.